നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാന. കൊല്ലപ്പെട്ടത് മാനന്തവാടി പടമല സ്വദേശി അജി. പ്രതിഷേധവുമായി നാട്ടുകാർ. മൃതദേഹവുമായി മാനന്തവാടി സബ് കളക്ടർ ഓഫീസ് ഉപരോധിച്ചു. അജിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. വയനാട്ടിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടിവെക്കും. വനം വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. കുങ്കിയാനകൾ പടമലയിലേക്ക്. ആനയെ പിടികൂടി മുത്തങ്ങയിലേക്ക് മാറ്റാൻ തീരുമാനം. CPI സംസ്ഥാന കൌൺസിലിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈതെളിഞ്ഞെന്ന് ആർ ലതാദേവി. വിമർശനം ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തത് ചൂണ്ടിക്കാട്ടി. വിദേശ സർവകലാശാല മുന്നണിയുടെ നയവ്യതിയാനമെന്നും വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായി. കോട്ടയം സീറ്റ് മാണി വിഭാഗത്തിന്. 3ാം സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കി ലീഗ്. ലീഗിന്റെ ശക്തി എല്ലാവർക്കും അറിയാമെന്ന് UDF-ന് സാദിഖ് അലി തങ്ങളുടെ മുന്നറിയിപ്പ്. കോഴിക്കോട് പിലാശ്ശേരിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 പേർ മുങ്ങി മരിച്ചു. മരിച്ചത് കാരിപ്പറമ്പത്ത് മിനിയും മകൾ ആതിര, ബന്ധു അദ്വൈത് എന്നിവർ. അപകടം ഒഴുക്കിൽപ്പെട്ട അദ്വൈതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ. മൂന്നാറിലെ ഹോർട്ടികോർപ്പ് സംഭരണ വിതരണശാലയിൽ വ്യാപക അഴിമതി. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ പേരിൽ വ്യാജ ബിൽ ചമച്ച് പണം തട്ടി. കണ്ടെത്തൽ വിജിലൻസ് പരിശോധനയിൽ. പാകിസ്ഥാനിൽ സഖ്യ സർക്കാർ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗും പീപ്പിൾസ് പാർട്ടിയും. ഷഹബാസ് ഷെരീഫ് ബിലാവൽ ഭൂട്ടോയുമായി ചർച്ച നടത്തി. ദേശീയതലത്തിലും പഞ്ചാബ് പ്രവിശ്യയിലും സർക്കാരുണ്ടാക്കും. വിശദാംശങ്ങളിലേക്ക്. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം.